കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ്റെ ഒരു ഉണ്ണിക്കണ്ണനെയാ ചാർത്തിരിക്കണത്. ഇടത്തെ കാല് ഈ ഭാഗത്തേക്ക് തൂക്കിയിട്ടുണ്ട്, വലത്തെ കാല് അപ്പുറത്തേക്ക് തൂക്കിയിട്ടുണ്ട്. ഇത് നടുവിൽ വെണ്ണക്കുടം വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ്റെ. ആ ഇടത്തെ കാലിൽ തൂക്കിയിട്ട കാലുമേൽ അതാ പൊന്തള കാണാം. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഓണ കൊടുത്തു എന്ന് പറയാൻ ഇടത്ത് ഭാഗത്തേക്ക് അല്ല പിൻഭാഗത്തേക്ക് ആ കോണത്തുവാലം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. കോണത്തിന്റെ പിൻഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അരയിലേക്ക് ഇങ്ങനെയുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ട് ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല, ഒരു ചെറിയ തിലകം കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് വലത്തെ ഭാഗത്തുള്ള ആ വെണ്ണക്കുടം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് വെണ്ണക്കുടത്തുനിന്ന് വാരി വാരി വെണ്ണ കഴിക്കുക. നല്ലൊരു മിടുക്കനൊരു ഉണ്ണി. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇരിപ്പ് കാണാൻ തന്നെ നല്ല കൗതുകത്തിൽ. ചെവിയിൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ നോക്കിക്കൊണ്ടാണ് വെണ്ണ കഴിക്കണത്. അപ്പോൾ മുഖം നല്ല വ്യക്തമാറൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. അങ്ങനെ നല്ലൊരു ഉണ്ണി കാണാൻ. മിടുക്കണ ഒരു വികൃതി കണ്ടാൽ തന്നെ ഒരു വെണ്ണക്കൊതി. അങ്ങനെ മിടുമിടുക്കനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ വെണ്ണക്കുടത്തുനിന്ന് വാരി വാരി വെണ്ണ കഴിക്കണു. നല്ല സന്തോഷവും കണ്ടാൽ തന്നെ. അത്ര രസമായിട്ടാണ് ചേർത്തിരിക്കണം കേട്ടോ. വെണ്ണക്കുടത്തെന്ന് വെച്ചാൽ വെണ്ണ അങ്ങനെ ഒഴുകുന്നുണ്ട്. കൈ കൊണ്ട് വാരി കഴിക്കണ വെണ്ണ ഇന്നും ഒഴുകുന്നുണ്ട്. വയൽക്ക് ഇങ്ങനെ കൊണ്ടുപോയുള്ള ഇതെന്ന് അങ്ങനെ വെണ്ണ വാരി കഴിക്കുന്ന ഒരു വെണ്ണക്കൊതിനാ ശ്രീലകത്ത് കിട്ടുമെന്ന്. ഇപ്പം എന്താ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ 4 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് 2 അത് തെച്ചിപ്പൂ ധാരാളം, വെളുത്ത പൂ കുറച്ചായിട്ട് ഒന്ന്. മറ്റ് തെച്ചിപ്പൂ കുറച്ച്, വെളുത്ത പൂ ധാരാളം, അങ്ങനെയായിട്ടൊന്ന്. പിന്നെ വെളുത്ത പൂ മാത്രമായിട്ടൊന്ന്. പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടൊന്ന്. നല്ല ഭംഗിയുള്ള 4 ഉണ്ടമാലകളാണ് ശിരസിൽ ചേർത്ത്. ചെറിയൊരു ഉണ്ണിക്കണ്ണനാണ്, എന്നാലും എന്താ കിരീടത്തിൻ്റെ മുകളിൽ 4 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. ആ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, പിന്നെ തെച്ചിപ്പൂ ധാരാളം, അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് തുളസി, പിന്നെ താമര, അങ്ങനെ വിട്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അതും നല്ല കൗതുകമുണ്ട് കാണാം. ഉണ്ണിക്കണ്ണൻ ഈ ഉണ്ടമാലയുടെയും തിരുമുടിമാലയുടെയും ഒക്കെ നടുവിൽ ഇരിക്കുന്ന കാണാൻ തന്നെ ഇടത്തെ ഭാഗത്തേക്ക് കാല് തൂക്കിയിട്ടിട്ട് ഇടത്തെ കാല് മാത്രമേ കാണുള്ളൂ. അപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കണ പോലെ ആ വെണ്ണ കഴിച്ചുകൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ടാണ് നിൽക്കണത്. അല്ല നല്ല കൗതുകമുണ്ട് കേട്ടോ. സന്തോഷമാവും കണ്ടാൽ തന്നെ. നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്ക് സന്തോഷമല്ലേ. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 4 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. 2 തെച്ചി താമരയും തുളസിയായിട്ടുള്ളതാ. ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ടുള്ളതാ. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല സന്തോഷം. നല്ല മിടുമിടുക്കനായിട്ട് ഒരു 1.5 വയസ്സായിട്ടേ ഉണ്ടാവും, 2 ആയിട്ടില്ല. അത്രയും ചെറിയൊരു ഉണ്ണി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. എങ്കിലും ജഗദ്ദേകനാഥന്റെ കൂന്തലിൽ നിന്നു ഭാഗ്യത്താൽ പീലിയൊന്നു പറഞ്ഞു പോന്നതു ചാലെ ഭൂപനുലബ്ധമായി. ശ്രീവിളയാടും നാടിൻ്റെ ചെങ്കോൽ കൈവെടിഞ്ഞു സാമൂതിരി ആ വെറും പീലിക്കോലുമായി ഗുരുഭവനപുരം പൂകിനാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. അങ്ങനെയാണ് കൃഷ്ണാട്ടങ്ങളി രചിക്കുന്നത്. വാനവേദൻ സാമൂതിരി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകസ്ഥ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണ വാരി വാരി കഴിക്കുന്നുണ്ട്. ചെറിയൊരു ഉണ്ണി, അതാ രസം. 1.5 വയസ്സ് തന്നെ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ വെണ്ണ കഴിക്കേണ്ട പ്രായമായിട്ടുള്ളത്. അത്ര ചെറിയൊരു ഉണ്ണി. എന്താ സന്തോഷത്തോടു കൂടിയിട്ട് ആ വെണ്ണ കഴിക്കണ അറിയോ. നല്ല കൗതുക കാണാൻ. ഗുരുവായൂരപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആ പൊന്നുണ്ണിക്കണ്ണൻ ഇടത്തെ കാലം ഇങ്ങനെ തൂക്കിയിട്ടില്ല. തൂക്കിയിട്ട് തൃപ്പാദം മുറുകെ പിടിക്കാം നമുക്ക്. കണ്ണനെ ആശ്രയിക്കുക. കണ്ണൻ്റെ തിരുമുഖം നോക്കുക. ആ പുഞ്ചിരി തൂക്കണ തിരുമുഖം കണ്ടാൽ തന്നെ സന്തോഷമാവും നമുക്ക്. അങ്ങനെ ആ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. നമുക്കുള്ള നേരം പോക്കൽ സന്തോഷത്തിന് കണ്ണൻ ശ്രീലകത്ത് ഇങ്ങനെ പല പല രൂപത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണ തൃപ്പാദം പിടിച്ച് തിരുമുഖം നോക്കി ആ സച്ചിദാനന്ദ കണ്ണൻ്റെ രൂപം നോക്കി മനസ്സിൽ വിചാരിച്ച് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണാ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ